സേനയിൽ നിയമനം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികളെക്കുറിച്ച്, ലിസ്റ്റുകളെക്കുറിച്ചാണ് ഇനിയിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. എന്തുകൊണ്ട് നിയമനം നടക്കുന്നില്ല? എന്തിനാണ് ഈ ഫ്രീസ്? കാരണം ഇത്രയും കുറ്റകൃത്യങ്ങൾ ചുറ്റും നടക്കുമ്പോൾ അതിനാവശ്യമായ സേനയിൽ ആളുകളില്ല എന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നിയമനം നടക്കുന്നില്ല? റോഷിപാൽ. സുജയ, പോലീസ് സേനയിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 15,000-ലേറെ പേർ വന്നാൽ മാത്രമേ കൃത്യമായി നിയമപരിപാലനം നടക്കാൻ സാധിക്കുള്ളൂ. ഒന്ന്, സംസ്ഥാനത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ പോലും കൃത്യമായ റിക്രൂട്ട്മെൻറ്റോ അതിൻ്റെ നിയമനങ്ങളോ നടക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലെ PSC റാങ്ക് പട്ടികയിലെ ഏതാണ്ട് ആദ്യഘട്ടത്തിൽ അത് 700-ലേറെ പേരുണ്ടായിരുന്നു. അത് 50 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചത്. അതിൽ 700-ഓളം പേർ അവർ കായികക്ഷമതാ പരീക്ഷയടക്കം പൂർത്തിയായി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് മാത്രവുമല്ല, ഇനി അവരുടെ ഈ റാങ്ക് പട്ടികയുടെ കാലാവധി അവസാനിക്കാൻ ഏതാണ്ട് 2 ആഴ്ച മാത്രമാണ് ഇരിക്കുന്നത്. കഴിഞ്ഞ തവണ റാങ്ക് പട്ടിക കാലാവധി അവസാനിക്കുമ്പോൾ 1 വർഷം കൂടി നീട്ടിക്കൊടുത്തു. ഈ തവണ ഒറ്റ വർഷമാണ് റാങ്ക് പട്ടിക കാലാവധി ഉണ്ടായിരുന്നുള്ളൂ. കാരണം PSC പുതിയ വിജ്ഞാപനം, ഈ IRB ബറ്റാലിയനിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ആ കാലാവധി നീട്ടിക്കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ പോലും അവർ ആവശ്യപ്പെടുകയാണ് കാലാവധി നീട്ടണം. ഈ IRB ബറ്റാലിയൻ്റെ ഒരു പ്രത്യേകത, അത് SOG അടക്കമുള്ള തണ്ടർ ബോൾട്ട് ഉൾപ്പെടെയുള്ള വലിയ കമാൻഡോ സംഘമാണ്. അവർക്ക് പരമാവധി 10 വർഷമാണ് ജോലിയിൽ പ്രവേശിച്ചാൽ ആ വകുപ്പിൽ, ആ IRB ബറ്റാലിയനിൽ കമാൻഡോയായി ജോലി ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞാൽ അവരെ ലോക്കൽ പോലീസിലേക്ക് മാറ്റണമെന്നാണ് ചട്ടം. പക്ഷേ ഇവർ കാലാവധി കഴിഞ്ഞിട്ടും ഈ 10 വർഷം പൂർത്തിയായിട്ടും ഇവരാരെയും IRB ബറ്റാലിയനിൽ നിന്ന് ലോക്കൽ പോലീസിലേക്ക് മാറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ IRB ബറ്റാലിയനിലെ PSC റാങ്ക് പട്ടികയിലുള്ളവർ, അവർക്ക് നിയമനം കിട്ടാതെ അവർ കാത്തിരിക്കുന്നു. ആ ഉദ്യോഗാർത്ഥികൾക്ക് അവർ ഇത്രയും കാലം കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതി കായികക്ഷമതാ പരീക്ഷയടക്കം വിജയിച്ചിട്ട് പോലും തങ്ങൾക്ക് നിയമനം ലഭിക്കുന്നില്ല എന്ന ആവലാതിയാണ് അവർക്കുള്ളത്. അവർക്ക് ഇനി നിയമനം ലഭിക്കുമെന്ന ആശങ്കയും അവർ പങ്കുവെക്കുന്നുണ്ട്. ഈ 10 വർഷം പൂർത്തിയായവർ ആണെങ്കിൽ തങ്ങൾക്ക് ലോക്കൽ പോലീസിലേക്ക് നിയമനം നൽകണമെന്ന് ആവശ്യപ്പെട്ട് പലവട്ടം സർക്കാരിനെ സമീപിച്ചപ്പോൾ പരിശീലനം ലഭിച്ച കമാൻഡോകൾ ഇപ്പോൾ നിലവിലില്ല, പരിശീലനം പൂർത്തിയാകട്ടെ, അപ്പോൾ നിങ്ങൾക്ക് ലോക്കൽ പോലീസിലേക്ക് മാറ്റം തരാം എന്നാണ് മറുപടി നൽകിയത്. അങ്ങനെ അവരൊക്കെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഹൈക്കോടതിയിലും സംസ്ഥാന സർക്കാർ നൽകിയ മറുപടി ഇത് തന്നെയാണ്: പരിശീലനം ലഭിച്ച കമാൻഡോകളില്ല, അതുകൊണ്ട് ഇവരെ ലോക്കൽ പോലീസിലേക്ക് വിടാൻ കഴിയില്ല. പക്ഷേ ഇപ്പുറത്ത് കായികക്ഷമത പരീക്ഷ പൂർത്തിയായവർ നിയമനം കാത്തിരിക്കുന്നുണ്ട്. അവരെ നിയമിച്ചാൽ ഈ പ്രശ്നം കൂടി പരിഹരിക്കാൻ കഴിയും. പരിഹരിക്കാവുന്ന പ്രശ്നമാണ്, പരിഹരിച്ചേ മതിയാകൂ. അതാണ് ഇപ്പോൾ റോഷിപാൽ കൃത്യമായി ചൂണ്ടിക്കാട്ടിയത്. ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാതെ നമ്മുടെ പോലീസ് സേന ബുദ്ധിമുട്ടുമ്പോൾ, ഡ്യൂട്ടി സമയം കഴിഞ്ഞ് അധിക ജോലി ചെയ്ത് കടുത്ത മാനസിക സമ്മർദ്ദത്തിൽ ആത്മഹത്യയിൽ അഭയം തേടുന്നവർ, അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ സമ്മർദ്ദം അനുഭവിച്ചുകൊണ്ട് ജോലിയിൽ തുടരുന്നവർ, അവരൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെയുണ്ട്. നമ്മൾ പോലീസിനെ കുറ്റം പറയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുകൂടി നമ്മൾ കേൾക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അധികൃതർ ഇക്കാര്യങ്ങൾ, പ്രത്യേകിച്ചും സർക്കാർ സംവിധാനങ്ങൾ ഇത് കാര്യമായി തന്നെ എടുക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്.